കൊല്ലം മുമ്പത്തെ ചരിത്രം പറയുന്നത് എന്തിനാ? അൽഹംദുലില്ലാഹ് നമ്മുടെ നേതാക്കന്മാരുണ്ടല്ലോ, സമസ്തയുടെ പണ്ഡിതന്മാരുണ്ടല്ലോ, നമ്മുടെ നേതൃത്വത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ഒരിക്കലേതോ ഒരു പ്രവാചകൻ പ്രസംഗിച്ചു, അല്ലാഹുവേ അതാ സമസ്തയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം അറിയുമെങ്കിൽ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. മഹാനവറുകളെ തന്റെ വീട്ടിലെ കബറ് കുടിച്ചിട്ടിരുന്നു, സ്വന്തമായിട്ട് വീടിന്റെ അകത്ത് കബറ് കുടിച്ചിട്ടിരുന്നു. അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഒരിക്കൽ പടച്ചവനെ ഞാനൊരു പ്രഭാഷണം കേട്ടപ്പോ, ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ സുഖമില്ലാതെ കിടന്നപ്പോ ഒന്ന് കാണാൻ പോയി ചെറുപ്പക്കാരാ. സമസ്തയുടെ SKSSF-ന്റെ ചെറുപ്പക്കാര് പഠിക്കണം മക്കളെ. ആരെങ്കിലും പറയുമ്പോ തുള്ളാറുള്ളതല്ലടാ, ആ കൊടിയങ്ങ് ചെറുതല്ല സഹോദരാ. സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്താണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. അത് തഖ്വയിലാടാ വളരുന്നത്, പണത്തിന്റെ പവർ കൊണ്ടല്ല, അധികാരത്തിന്റെ പവർ കൊണ്ടല്ല, സ്ഥാനമാനങ്ങൾ കണ്ടിട്ടല്ല. ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുന്നത് പടച്ചവനെ തഖ്വ എന്ന് പറയുന്ന പ്രകാശത്തിലാ. ഞാൻ ഉസ്താദ് അവരുടെ രോഗിയായി കിടക്കുമ്പോ കാണാൻ ചെന്ന് ചെറുപ്പക്കാരാ, അപ്പോൾ ഉസ്താദ് സുഖമില്ലാതെ അകത്ത് കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പ്രഭാഷണം കേട്ടു, ഒരു കബറ് കുടിച്ചിട്ടിട്ടുണ്ടെന്ന്. അല്ലാഹുവേ കാണിച്ചു തന്ന ചെറുപ്പക്കാരാ. അന്ന് വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ റൂമുണ്ട്, അതിനകത്തേക്ക് കടന്നു ചെന്നപ്പോ പലരും ഇങ്ങനെ കാണാൻ വരാൻ തുടങ്ങിയപ്പോ അതാ കബറിന്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇട്ടിട്ട് മണ്ണ് വാരിയിട്ടിരിക്കുകയാ. ഇതാണ് മക്കള് നമ്മുടെ നേതൃത്വം, ഇതായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ മുൻഗാമികൾ എന്തിനാ മിത്തബയിലെ ജബ്ബാർ ഉസ്താദിനെ മറക്കാൻ കഴിയുമോ മക്കള്? ഈ മംഗലാപുരം കണ്ട ഏറ്റവും വലിയ ജനാസ എത്രത്തോളം ആളായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, മക്കളെ മഹാന്മാരെ പരിഹസിക്കല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലില്ലത്. ആ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കണം ചെറുപ്പക്കാരാ. ഉമ്മമാരെ, മക്കളെ ആ വെളിച്ചത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കട്, മക്കളെ സമസ്തയിലേക്ക് നിങ്ങൾ അടുപ്പിക്കട്. അൽഹംദുലില്ലാഹ് 100 കൊല്ലം തികയുകയാ ചെറുപ്പക്കാരാ. മാസങ്ങളും ദിവസങ്ങളും എണ്ണി ഞാനും നിങ്ങളും കാത്തിരിക്കുകയാണ്. റബ്ബേ ഫെബ്രുവരി ആകാ കാത്തിരിക്കുകയാ. പടച്ചവനെ കാഞ്ഞങ്ങാട് കുടിയിലേക്ക് ഒഴുകിയെത്താൻ എത്രയോ പടച്ചവന് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല പല രാജ്യങ്ങളിൽ പോലും, പല സംസ്ഥാനങ്ങളിൽ പോലും പടച്ചവന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ വഴി വരുന്നവർ ബസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാ ഫെബ്രുവരി 1 അല്ലാഹുവേ നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാ. പടച്ചവനെ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്തോ മക്കളെ, രക്ഷപ്പെടുമടാ. അതിനാണ് ഈ കൊടിക്ക് കീഴിൽ ഇങ്ങനെ നടക്കാൻ പറയുന്നത്. സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമുണ്ടല്ലോ, അതൊരു ഗൂഗിൾ മാപ്പ് പോലെയാ ചെറുപ്പക്കാരാ. സംഘടനയല്ലടാ, രാഷ്ട്രീയ പാർട്ടിയല്ലടാ, സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലടാ മോനെ. വഴിതെറ്റി പോകുന്ന ഒരു മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്ന ഗൂഗിൾ മാപ്പാട് അല്ലാഹുവേ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ മനോഹരമായ പാതയാമോരേ. വഴിതെറ്റി പോകുന്ന വഴിയാത്രക്കാരന് വെളിച്ചം കൊടുത്ത് ആ സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. അതിന്റെ പുറകിൽ നടക്കണമെങ്കിൽ ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബഹുമാനിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്, ഖുർആനിനെ ബഹുമാനിക്ക്, ഖുർആനിനെ ആദരിക്ക്, ഖുർആൻ പഠിച്ചവരെ നിങ്ങളെ ബഹുമാനിക്ക്. അത് ആലിമാകട്ടെ, തങ്ങളാകട്ടെ, മുതല്ലിമാകട്ടെ, ഒരു ചെറിയ മകനാകട്ടെ, മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, ഖുർആൻ പഠിക്കുന്നവരെ ബഹുമാനിക്കണേ.